കാസർഗോട്ടെ ഒരു ഗ്രാമം. ഈ ഗ്രാമം ഇപ്പോൾ ഒന്നാകെ ഒരു ചെണ്ടമേളത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. കാസർഗോഡ് പനയാൽ അരവത്തെ 7 വയസ്സുകാരി മുതൽ 50 വയസ്സുകാരൻ വരെയുള്ളവരാണ് ഇവിടെ പരിശീലനത്തിലൂടെ മേളപ്പെരുക്കം തീർക്കാനായി എത്തുന്നത്. ഇനി വരുന്ന ഓണത്തിന് അരങ്ങേറ്റം കുറിക്കുക എന്നുള്ളതാണ് ഈ ഗ്രാമത്തിന്റെ ഒരൊറ്റ ലക്ഷ്യം. ആ കാഴ്ചകളിലേക്കാണ് ഇനി. കണ്ണൻ പട്ടാളി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച മുതലാണ് പ്രദേശവാസികൾക്കായി സൗജന്യ ചെണ്ടവാദ്യ പഠന ക്ലാസ് ആരംഭിച്ചത്. വിദ്യാർത്ഥികളും വീട്ടമ്മമാരും തൊഴിലാളികളും ഉൾപ്പെടെ 40-ലധികം പേർ ആദ്യ ബാച്ചിന്റെ ഭാഗമായി. ദിവസങ്ങൾക്കുള്ളിൽ ഗണപതിക്കൈയും തകിടയും ഹൃദ്യസ്ഥമാക്കി അവർ. പനയാൽ മോഹനന്മാരാരും ശിഷ്യരുമാണ് പരിശീലനം നൽകുന്നത്. അരവത്ത് കണ്ണൻ പട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിൻ്റെ സൗജന്യ ചെണ്ട പഠന ക്ലാസ് 4-ാം തീയതിയാണ് ആരംഭിച്ചത്. അപ്പോൾ പൊതുവെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും പഠിക്കാൻ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നാട്ടുകാരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കുട്ടികളാണ് പരിശീലനത്തിന് തയ്യാറെടുത്തതെങ്കിലും പിന്നീട് പ്രായമായവരും സ്ത്രീകളും പരിശീലനത്തിന്റെ ഭാഗമായി. ഇപ്പോൾ സ്കൂളിലെ അധ്യാപകനും വിദ്യാർത്ഥികളും ഒരേ താളത്തിൽ കൊട്ടുകയാണ്. പഠിക്കാനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു സന്തോഷമായിട്ട് കാണുന്നു. പിന്നെ നമ്മുടെ ഒന്നിച്ചുള്ളവരൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ കൂടെ ഇരുന്നിട്ട് പഠിക്കുകയാണ്. ഇതെൻ്റെ രക്ഷിതാവാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടുക എന്നുള്ളത് വളരെ ഭാഗ്യമാണ്. ചെണ്ട മുമ്പ് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇത് പഠിക്കാനൊരു അവസരം കിട്ടിയതിൽ സന്തോഷമാണ്. 40 വയസ്സുള്ള സ്ത്രീകളും പഠനത്തിന്റെ ഭാഗമാണ്. മക്കൾക്കൊപ്പം ഇരുന്ന് ചെണ്ടയുടെ ബാലപാഠം പഠിക്കുന്ന അമ്മമാരും കൂട്ടത്തിലുണ്ട്. എൻ്റെ മോനും മോളോട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാകുമ്പോൾ ഒരു ഇത് തോന്നിയിട്ട് പഠിക്കണം തോന്നി. പിന്നെ ചില സ്ഥലത്തെല്ലാം കൊട്ടുന്ന കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുമല്ലോ, അങ്ങനെ. പിന്നെ അതുപോലെ അതൊരു അവസരം കിട്ടിയിട്ടാകുമ്പോൾ അത് പിന്നെ മാഷ് നല്ലതിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. മനസ്സിലാക്കാൻ കുറച്ച് ഇത് പാടുണ്ട്, എന്നാലും പഠിച്ച് കിട്ടുമെന്ന് തോന്നുന്നു. നിലവിൽ രാവിലെയും വൈകിട്ടുമാണ് ക്ലാസ് നടക്കുന്നത്. സ്കൂൾ തുറക്കുന്നതോടെ ആഴ്ചയിൽ 2 ക്ലാസ് എന്ന നിലയിലേക്ക് മാറും. ഓണത്തിന് മുൻപ് പഠനം പൂർത്തിയാക്കി അരങ്ങേറ്റം നടത്താനുള്ള ശ്രമത്തിലാണ് ട്രസ്റ്റ് ഭാരവാഹികൾ. ന്യൂസ് മലയാളം, കാസർഗോഡ്.